നിങ്ങൾക്കറിയാമോ, ഈ ബൈബിളിൽ യേശു മൈ ഡോട്ടർ, മകളെ എന്ന് പറയുന്നത് ഒറ്റയാളേ ഉള്ളൂ. ആ ആളാണ് ഈ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സാധാരണക്കാരിയായ ആ ഒരു സ്ത്രീ. നിങ്ങളിൽ പലരും രോഗത്തിൽ വലഞ്ഞിരിക്കുന്നവരായിരിക്കും. മാരകമായ രോഗമായിരിക്കാം, മാറാത്ത രോഗങ്ങളായിരിക്കാം, ഏത് തരത്തിലുള്ള രോഗവുമായിട്ട് വലഞ്ഞിരിക്കുന്നവരായിരിക്കട്ടെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വചനം സ്വീകരിക്കുക, വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക. യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീ ചെയ്തതുപോലെ തന്നെ ആ കുപ്പായക്കാരനെ ഒന്ന് സ്പർശിക്കുക, അത്രമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ആ കുപ്പായക്കാരൻ എവിടെ, ആ കുപ്പായം എവിടെ? നിങ്ങൾ ആരിൽ നിന്ന് കേൾക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസ്രേനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 12 വർഷമായി എനിക്ക് രക്തസ്രാവമാണ്, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കല്ലേറി വീഴുമെന്ന് ആ സ്ത്രീക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുഷ്ഠരോഗമുള്ളവർ, ഈവൻ തുറന്ന ഉള്ളവർ പോലും അശുദ്ധരായിട്ടായിരുന്നു അവരെയൊക്കെ കണക്കാക്കിയിരുന്നത്. അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോകാനോ അവരെ തൊടാനോ ഉള്ള അനുവാദമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അശുദ്ധയായിട്ട് കഴിഞ്ഞിരുന്ന 12 വർഷം അശുദ്ധയായിട്ട് കഴിഞ്ഞിരുന്ന അവൾക്കറിയാമായിരുന്നു, അവൾക്ക് യേശുവിൻ്റെ അടുക്ക പോയി തൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അവനിൽ നിന്നും സൗഖ്യം നേടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ അവൾക്ക് ഒന്നറിയാമായിരുന്നു, യേശുക്രിസ്തു ആണ് സൗഖ്യത്തിലേക്കുള്ള വഴിയെന്നും യേശുക്രിസ്തു സൗഖ്യം തന്നെയാണെന്നും അവൾക്ക് വലിയ വിശ്വാസമായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ കുപ്പായത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മതി എന്നുള്ള വിശ്വാസത്തോടു കൂടി അവൾ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടുന്നതും ആ നിമിഷം തന്നെ അവൾക്ക് സൗഖ്യം വരുന്നതും. നിങ്ങൾക്കറിയാമോ, ഈ ബൈബിളിൽ യേശു മൈ ഡോട്ടർ, മകളെ എന്ന് പറയുന്നത് ഒറ്റയാളേ ഉള്ളൂ. ആ ആളാണ് ഈ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സാധാരണക്കാരിയായ ആ ഒരു സ്ത്രീ. മറ്റുള്ള ബൈബിൾ ക്യാരക്ടേഴ്സിനെ പോലെ യേശുവുമായിട്ട് അടുത്തിടപഴകിയ ആളോ അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലെയുള്ള ആളോ ഒന്നുമായിരുന്നില്ല അവൾ. വെറും സാധാരണക്കാരിയായ, ഒരുപാട് വർഷങ്ങൾ ദുരിതം അനുഭവിച്ച, തൻ്റെ കയ്യിലുള്ള സകലതും വൈദ്യന്മാർക്ക് കൊടുത്ത് അതിൽ നിന്നും ഒരു പ്രയോജനവും ഇല്ലാതെ നാൾക്ക് നാൾ തൻ്റെ കണ്ടീഷൻസ് വേഴ്സൺ ആയിക്കൊണ്ടിരുന്ന ആ സ്ത്രീ വലിയ വിശ്വാസം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതേ വിശ്വാസം നിങ്ങളിൽ പലർക്കും യേശുവിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിൽ പലരും രോഗത്തിൽ വലഞ്ഞിരിക്കുന്നവരായിരിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സ്ത്രീയെ പോലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പല ആശുപത്രിക്കാർക്കും കൊടുത്തിട്ടും ഒരു പ്രയോജനവും കാണാതിരിക്കുന്നവരായിരിക്കും. മാരകമായ രോഗമായിരിക്കാം, മാറാത്ത രോഗങ്ങളായിരിക്കാം, ഏത് തരത്തിലുള്ള രോഗവുമായിട്ട് വലഞ്ഞിരിക്കുന്നവരായിരിക്കട്ടെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വചനം സ്വീകരിക്കുക, വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക. യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന് മനസ്സാണ് നിങ്ങളെ സൗഖ്യമാക്കാൻ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ സ്ത്രീ ചെയ്തതുപോലെ തന്നെ ആ കുപ്പായക്കാരനെ ഒന്ന് സ്പർശിക്കുക, അത്രമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ആ കുപ്പായക്കാരൻ എവിടെ, ആ കുപ്പായം എവിടെ? അതേ കുപ്പായക്കാരൻ, അതേ കുപ്പായം നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇതുപോലെ പല നിറത്തിലുള്ള പടച്ചട്ടയണിഞ്ഞ് ഇരിപ്പുണ്ട്. തൊടുക, ആ കുപ്പായക്കാരനെ, ആ യേശുവിനെ ഒന്ന് സ്പർശിക്കുക. ജസ്റ്റ് ടച്ച് ഹിം, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സ്പർശിക്കേണ്ടത്? ജസ്റ്റ് ടച്ച് ഹിം വിത്ത് ഓൾ യുവർ സെൻസസ്. അവനെ കാണുക, അവനെക്കുറിച്ച് കേൾക്കുക, അവനെക്കുറിച്ച് സംസാരിക്കുക, അവൻ്റെ വചനങ്ങളെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്പർശിക്കുന്നത്. ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ വചനം വായിക്കുക, അവനെക്കുറിച്ച് അറിയുക. വചനം വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വചനം കേൾക്കാറുണ്ട്, പക്ഷെ വചനം വായിക്കുന്നതിൽ പലരും പുറകിലോട്ടാണ്. അതിനുള്ള സമയമൊക്കെ കണ്ടെത്തി യേശുവിൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ അടുത്ത് വരാൻ ശ്രമിക്കുക. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവനെക്കുറിച്ച് കേൾക്കുക, അവൻ്റെ ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം മാത്രം കേൾക്കുക. യേശുവിൻ്റെ ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വളരെ ഈസിയാണ് അത് തിരിച്ചറിയാൻ. അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ അവർ പ്രകാശം കാണും. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ പ്രതീക്ഷ വരും. ഒരു വഴിയും കാണാതെ ഇരിക്കുന്നവർക്ക് യേശുക്രിസ്തു എന്ന വഴി തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രത്യാശയും വിശ്വാസവും സന്തോഷവും സമാധാനവും തരുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജീസസ്. ഇത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആരിൽ നിന്ന് കേൾക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേതാണ് ഫെയ്ത്ത് ഡിക്ലറേഷൻസ് നടത്തുക, അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. ബൈബിളിൽ ഉടനീളം ഒരുപാട് വചനങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സൗഖ്യത്തെക്കുറിച്ച്. ഇങ്ങനെയുള്ള സൗഖ്യത്തെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി അതിനെക്കുറിച്ച് അത് വായിക്കുക, പറയുക,
പഠിക്കുക, അതിൻ്റെ പിന്നിലുള്ള ആ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ യേശുവിനെ സ്പർശിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ അവനെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ, സൗഖ്യദാതാവിനെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വന്നേ മതിയാവുള്ളൂ. കാരണം വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ജീസസ്. നമ്മുടെ ഉള്ളിലെ ഞരക്കങ്ങൾ പോലും മനസ്സിലാകുന്ന യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു തന്നെ തൊട്ട് സൗഖ്യം നേടിയ ആ സ്ത്രീയെക്കുറിച്ച്. എന്നിട്ടും അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ, ആ ഒരു ഗ്യാതറിങ്ങിൻ്റെ മുമ്പിൽ അവളെ എന്നെ തൊട്ടത് ആരാണെന്ന് പറഞ്ഞ് അവളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്നറിയോ? 12 വർഷം അശുദ്ധമായിരുന്ന, മറ്റുള്ളവരുടെ അടുത്ത് പോലും പോകാനുള്ള അനുവാദമില്ലായിരുന്ന ആ സ്ത്രീയെ പബ്ലിക്കലി യേശുക്രിസ്തു ഡിക്ലെയർ ചെയ്തു, ഇവൾ ഇന്നു മുതൽ അശുദ്ധയല്ല, ഇവൾക്ക് ഞാൻ സൗഖ്യം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ രക്ഷ തന്നെയാണ്. വെറും സൗഖ്യത്തിന് വേണ്ടിയാണ് അവൾ വന്നത്. പക്ഷേ യേശുക്രിസ്തു അവൾക്ക് വെറും സൗഖ്യം മാത്രമല്ല കൊടുത്തത്, ആ സമൂഹത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ട ഒരു മാനം തിരിച്ചു നൽകുക കൂടി തന്നെയാണ് ചെയ്തത്. ഇതാണ് നിങ്ങളുടെ യേശുക്രിസ്തു എന്ന രക്ഷകൻ. യേശുക്രിസ്തുവിൻ്റെ രക്ഷ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ കരുതൽ മനസ്സിലാക്കുക. അതുകൊണ്ട് രോഗശാന്തിക്കായിട്ട് ആ കുപ്പായക്കാരൻ്റെ കുപ്പായത്തെ സ്പർശിക്കുക. എങ്ങനെയാണ് സ്പർശിക്കേണ്ടത്? fall in love with this word of God and fall in love with Jesus. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.